മലയാളികൾക്ക് ഒരു വലിയ പ്രശ്നമുണ്ട്. ആരെങ്കിലും സന്തോഷമായിട്ട് ജീവിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടത്തില്ല. ഒരാൾ അയാളുടെ ലൈഫിനകത്തുള്ള എന്തെങ്കിലും സന്തോഷം പങ്കുവെച്ചു കഴിഞ്ഞാൽ അയാളുടെ ലൈഫിനകത്ത് വരാൻ പോകുന്ന വിവാഹം, കുട്ടികളുണ്ടാകാൻ പോകുന്ന കാര്യം, വീട് വാങ്ങുന്നു, കാറ് വാങ്ങുന്നു, അങ്ങനെ എന്ത് പങ്കുവെച്ചു കഴിഞ്ഞാലും മലയാളികൾ, മെജോറിറ്റി ഓഫ് മലയാളിസം അതിന് താഴെ പോയിട്ട് സോഷ്യൽ മീഡിയക്കകത്ത് കമന്റ് ചെയ്തങ്ങ് വെറുപ്പിച്ച് കൈ കൊടുക്കും. ഏറ്റവും നെഗറ്റീവായിട്ട് അവരുടെ മനസ്സിനകത്തുള്ള എല്ലാ ഫ്രസ്ട്രേഷനും, അസൂയ, കുശുമ്പും എല്ലാം കൊണ്ടുപോയിട്ട് കമന്റ് ബോക്സിൽ കൊണ്ടുപോയിട്ട് ദമ്പയാണ്. ഇത് കാണുന്ന ഈ സന്തോഷം പങ്കുവെക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം അവർ അവരുടെ ലൈഫിനകത്തുള്ള ഒരു പുതിയ കാര്യത്തെക്കുറിച്ച്, അവർ വെൽക്കം ചെയ്യാൻ പോകുന്ന ഒരു പുതിയ സംഭവത്തെ കുറിച്ചൊക്കെ ആയിരിക്കും പങ്കുവെക്കുന്നുണ്ടായിരിക്കുക. അതും എത്രത്തോളം സന്തോഷത്തോടു കൂടി, എത്രത്തോളം പ്രതീക്ഷയോടു കൂടിയൊക്കെ ആയിരിക്കും അവരെ പങ്കുവെക്കുന്നുണ്ടായിരിക്കുക. അതിനെ മൊത്തത്തിൽ തല്ലിക്കെടുത്തുന്ന പോലെയല്ലേ ഇവർ ഓപ്പോസിറ്റ് ഇരുന്നിട്ട് നെഗറ്റിവിറ്റി മൊത്തം ഇവിടെ കൊണ്ടുപോയിട്ട് ഈ ഡംപ് ചെയ്യുന്നത്. ഇത് കാണുന്ന അല്ലെങ്കിൽ വായിക്കുന്ന ഈ സന്തോഷം പങ്കുവെക്കുന്ന ആൾക്ക് ഇച്ചിരി നേരത്തേക്കെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും, ഉറപ്പായിട്ട് ഫീൽ ചെയ്യും. മലയാളികളുടെ ഈ ഒരു വൈകൃതം എന്ന് പറയുന്നതിന്റെ അടിസ്ഥാന കാരണം എന്താന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ എനിക്ക് തോന്നാറുണ്ട് ചില സമയങ്ങളിൽ മറ്റുള്ളവരുടെ ഇമോഷൻസിനെ വാല്യൂ ചെയ്യാൻ അറിയാത്തത് കൊണ്ടോ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് സന്തോഷമുണ്ട്, അവർക്ക് ലൈഫിനെ കുറിച്ച് പ്രതീക്ഷയുണ്ട്, അവർ ലൈഫിൽ ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്നു, ഈ സംഭവം ഒന്നും അറിയാത്തത് കൊണ്ടൊക്കെ ആയിരിക്കാം മലയാളികൾ പലപ്പോഴും ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നതെന്നാണ് എനിക്ക് ഈ കാര്യത്തിൽ തോന്നിയിട്ടുള്ളത്. എന്തായാലും ഇത് പറയാൻ കാരണം, നമ്മുടെ കഴിഞ്ഞ ദിവസം ബഡായി ആര്യ അറിയാലോ, പുള്ളിക്കാരി നമ്മുടെ ബഡായി ബംഗ്ലാവ് എന്ന് പറയുന്ന പ്രോഗ്രാമിലൂടെ ഫെയിം ആയിട്ടുള്ള ആളാണ്. അതുപോലെ തന്നെ ബിഗ് ബോസ് ഫെയിം ആണ്. പുള്ളിക്കാരിയും പിന്നെ ബിഗ് ബോസ് ഫെയിം ആയിട്ടുള്ള സിബിനും ചേർന്നിട്ടുള്ള ഒരു പുതിയ ലൈഫ് തുടങ്ങാൻ പോകുന്ന കാര്യത്തെ കുറിച്ചുള്ള പോസ്റ്റ് ഒക്കെ ഇവർ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവരുടെ ഇൻസ്റ്റയ്ക്കകത്തും ഫേസ്ബുക്കിനകത്തൊക്കെ. ആ പോസ്റ്റ് കണ്ട് അത് കുറെ വാർത്തയായ സമയത്ത് അതിന്റെ താഴെ വന്ന കുറെ കമന്റ്സ് കണ്ട സമയത്താണ് ഞാൻ ശരിക്കും അത്ഭുതപ്പെടാന്ന് പറയുന്നില്ല, പക്ഷെ മലയാളികളുടെ മനോവൈകൃതത്തിന്റെ ഒരു ഭീകരത കുറെ കൂടി മനസ്സിലാക്കുന്നത്. മലയാളികൾക്ക് ഒരു സ്വഭാവമുണ്ട്. സിനിമയിൽ അഭിനയിക്കുന്ന അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരു ലേഡി വിവാഹം കഴിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ വൃത്തികെട്ട കമന്റ്സ് കാലാകാലങ്ങളായിട്ട് പറയുന്നുണ്ട്. ഇപ്പൊ നസ്രിയ ഫഹദൊക്കെ കല്യാണം കഴിച്ച സമയത്ത് പോലും എന്തെല്ലാം വൃത്തികെട്ട് കമന്റ് ചെയ്തു എന്ന് നമുക്കറിയാം. അവരുടെ കാര്യം മാത്രമല്ല, ഒരുവിധം സിനിമയിൽ അഭിനയിക്കുന്ന ലേഡീസിന്റെ കാര്യമൊക്കെ അങ്ങനെ തന്നെയാണ്. ആർക്കും സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള ചില കമന്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്. എക്സാമ്പിൾ ആയിട്ട് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ കാണിക്കാം. ഇതിന്റെ ഭാഗ്യം, ടെസ്റ്റ് ഇല്ലാതെ ഹെവി വാഹനം ഓടിക്കാൻ ലൈസൻസ് കിട്ടി, ഹാപ്പി ജേണി, പഴയ വണ്ടിയിൽ ഡ്രൈവിംഗ് പഠിക്കുന്നതാണ് നല്ലത്. ഇതൊക്കെ കുറെ കാലങ്ങളായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ലേഡീസിന്റെ വിവാഹത്തിനൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്ന സ്വാഭാവികമായി തുടങ്ങിയ കമന്റ്സ് ആണ്. ഇതിൽ തന്നെ ഇനിയും കുറെ സംഭവങ്ങളുണ്ട്. മറ്റേ കിണർ അത് ഇതൊക്കെ പറഞ്ഞിട്ട് വളരെ വൾഗറായിട്ടുള്ള കുറെ കമന്റ്സ് ഒക്കെ വരാറുണ്ട്. ഇതിലും അതൊക്കെ വന്നിട്ടുണ്ട്. അതിലൊന്നും വലിയ വ്യത്യസ്തതയില്ല. പക്ഷെ ഇതിനകത്ത് അടുത്ത പ്രശ്നമായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്, നമ്മുടെ ആര്യ മുൻപ് വിവാഹിതയായിരുന്നു, ഡൈവോഴ്സ് ആണ്. പുള്ളിക്കാരിക്ക് ഒരു മകളുണ്ട്, ഖുഷി എന്നാണ് പേര്. അതുപോലെ തന്നെ സിബിൻ മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ചിരുന്നു. അവർക്ക് കുടുംബ ജീവിതം ഉണ്ടായിരുന്നു, അത് വേർപിരിഞ്ഞു. രണ്ടുപേരും അതിനുശേഷമാണ് വിവാഹം കഴിക്കാൻ പോകുന്നത്. അപ്പൊ ആ ഒരു സന്തോഷത്തിന്റെ നിമിഷത്തിൽ ആര്യ പങ്കുവെച്ചൊരു കാര്യമായിരുന്നു ഖുഷി ഈ പറയുന്ന സിബിനെ ഡാഡി എന്ന് വിളിച്ചെന്ന്. അത് അവരുടെ ലൈഫിനകത്ത് വരാൻ പോകുന്ന ഒരാളെ അവർ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുന്ന ആ ഒരു സന്തോഷമാണ് അവർ പങ്കുവെക്കുന്നത്. പക്ഷെ മലയാളികൾ ആ ഒരു സംഭവത്തിൽ പിടിച്ചു കയറി. ഇപ്പൊ സാധാരണ സെലിബ്രിറ്റീസിന് പറയുന്ന ഈ വാഹനം അല്ലെങ്കിൽ കിണർ എന്നൊക്കെ പറയുന്ന സംഭവത്തെയൊക്കെ മാറ്റി വെച്ചിട്ട് അടുത്ത വിഷയത്തിലേക്ക് അവരെത്തി. അതാണ് ആര്യയുടെ മകൾ ഖുഷി വിളിച്ചിട്ടുള്ള ഡാഡി എന്ന് പറയുന്ന സംഭവം. അതുമായി ബന്ധപ്പെട്ട് അതിന്റെ താഴെ വന്നിട്ടുള്ള കുറച്ച് കമന്റ്സ് ഉണ്ട്, ഞാൻ വായിച്ചു തരാം. ഈ ഡാഡി മമ്മി എത്ര നാൾ മുൻപോട്ട് പോകുമെന്ന് നോക്കാം. എത്രാമത്തെ ആണോ? സാഹിത്യം കൊള്ളാം, കുട്ടി ഡാഡി എന്ന് വിളിക്കുന്നതും കൊള്ളാം. സ്വന്തം ഡാഡി എവിടെ? ഇതിന്റെ പേര് ആര്യ. അവസാനം ഒരു ബഡായി കഥ ആകാതെ ഒരുമിച്ച് പോകുക. ഉപ്പോളം വരുമോ ഉപ്പിലിട്ടത്? അച്ഛൻ വേറെ, സ്റ്റെപ്പ് ഫാദർ വേറെ. ആ പിള്ളേരുടെ ഒരവസ്ഥ. ഇവൾ ചൂണ്ടിക്കാണിക്കുന്നവരെയൊക്കെ ഡാഡി എന്ന് വിളിക്കണ്ടേ? ഒരു പെൺകുട്ടിയുടെ അമ്മയാണെന്ന് മനസ്സിലാക്കി ജീവിക്കുക. ഡാഡി എന്ന രണ്ടക്ഷരത്തിൽ അച്ഛനാകണമെന്നില്ല. ഇനിയും എത്ര ഡാഡിമാർ വരാൻ കിടക്കുന്നു. ഈ കമന്റ്സ് ഇങ്ങനെ നീളാണ്. അപ്പൊ അവരെന്ത് ചെയ്തു? അടുത്ത കാരണം പരതി. അതായത് ഒരു മനുഷ്യൻ സന്തോഷം പങ്കുവെച്ചു കഴിഞ്ഞാൽ അതിനകത്തുള്ള നെഗറ്റീവ് എന്താണെന്ന് പരതി നോക്കിയിട്ട് അതിനകത്ത് വന്നിട്ട് അഭിപ്രായം പറയാണ്. അത് അവനവന്റെ ഉള്ളിലെ ഫ്രസ്ട്രേഷനോ അവനവന്റെ ഉള്ളിലെ എന്തൊക്കെയോ മനോപ്രശ്നങ്ങളോ എല്ലാം അവിടെ കൊണ്ടുപോയിട്ട് തീർക്കുകയാണ്. ഈ ആര്യ എന്ന് പറയുന്ന വ്യക്തി വിവാഹിതയായിരുന്നു, ഡൈവോഴ്സ് ആയി. ഒരാള് ഒരു വിവാഹം കഴിച്ച് അതൊന്ന് ബന്ധം വേർപിരിഞ്ഞ് പോവാന്ന് പറഞ്ഞാൽ അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് ഒരുപാട് അനുഭവിച്ച് ആ ഡൈവോഴ്സിന്റെ സമയത്ത് പോലും അവർ മാത്രമാണ് ലൈഫിനകത്ത് വേദനിക്കുന്നതും മാനസിക പ്രയാസങ്ങൾ അനുഭവിക്കുന്നതും ഒക്കെ. അപ്പൊ അതെല്ലാം അനുഭവിച്ച് ആര് എന്ത് ചെയ്യുന്നു? ആ വിവാഹ ബന്ധത്തിൽ നിന്ന് വേർപിരിയുന്നു. രണ്ടുപേർ തമ്മിൽ വേർപിരിയുന്നത് എപ്പോഴാണ്? അവർക്ക് മുൻപോട്ട് പോവാൻ പറ്റാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ആര് വേർപിരിയുന്നു. അതിനുശേഷം സിംഗിൾ പാരന്റിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് മകളെ നോക്കിയൊക്കെ മുൻപോട്ട് പോകുന്നു. കുറച്ച് കഴിയുന്നു, അവരെന്ത് ചെയ്യുന്നു? പ്രണയത്തിൽ അകപ്പെടുന്നു. ആ പ്രണയം ബ്രേക്കപ്പ് ആയ കാര്യമൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അവരെന്ത് ചെയ്യുന്നു? സിബിനെ കണ്ടെത്തുകയാണ്. ഈ സിബിനും ഇതുപോലെ മുൻപ് വിവാഹം കഴിച്ചു, അതും വർക്കായില്ല.
അപ്പൊ ഈ സിബിനാണെങ്കിലും ആര്യാണെങ്കിലും ഇവര് നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്, വർഷങ്ങളായിട്ട് ഇവർക്ക് അറിയാം. രണ്ടുപേരും രണ്ടുപേരുടെ പ്രശ്നങ്ങളിലും എല്ലാ കാലത്തും കൂടെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇവർക്ക് അറിയില്ലായിരുന്നു ഇവരിനി ഒരുമിച്ച് ജീവിക്കാൻ പോകുന്നവരാണ്, ഇവർ ഒരുമിച്ച് പങ്കാളികളാവും എന്നൊന്നും അറിയാണ്ട് ഇങ്ങനെ പോകുന്ന ആളുകൾ പെട്ടെന്ന് ഒരു സ്റ്റേജിൽ ഏതോ ഒരു മൊമെന്റിൽ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുന്നു. ഇതിനകത്ത് ഏറ്റവും മനോഹരമായിട്ട് ഞാൻ കാണുന്ന ഒരു സംഭവമാണത്. രണ്ട് വ്യക്തികൾ മുൻപോട്ട് പോകുമ്പോൾ ഒരിക്കലും പ്രതീക്ഷിക്കാണ്ട് കാലം അവരെ ഒരുമിപ്പിക്കുക എന്ന് പറയുന്ന സംഭവമുണ്ട്. അത്ര കാലം കൂടെ ഉണ്ടായിരുന്ന വ്യക്തിയാണ്, പല പ്രശ്നങ്ങളിലും സ്വാതന്ത്ര്യമായിട്ട് കൂടെ നിന്ന വ്യക്തിയാണ്, ഒരു നല്ല ഫ്രണ്ട് ആയിട്ട് നിന്ന വ്യക്തിയാണ്. ആ വ്യക്തിയാണ് മറ്റൊരാളുടെ ലൈഫിലേക്ക് വരുന്നത്. ഇരുവരും ഒന്നിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മൊമെന്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതും നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഇത്രയും കാലം കൂടെ ഉണ്ടായിരുന്ന ഒരാൾ നമ്മുടെ ലൈഫിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ അത് ആ ഒരു മൊമെന്റ് ഭയങ്കര രസമായിരിക്കും. അപ്പൊ ഇത്രയും നല്ല മൊമെന്റ് ഇവർ ഷെയർ ചെയ്യുന്നുണ്ട്. ഈ രണ്ടുപേരും അനുഭവിച്ച പ്രശ്നങ്ങളെല്ലാം രണ്ടുപേർക്കും അറിയാം. ഇനി മുതൽ അവർ ഒരുമിച്ച് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാൻ പോവാണ്, ജീവിതത്തെ അഭിമുഖീകരിക്കാൻ പോവാണ്. ഈ ഒരു ലൈഫിനെ അവര് ചലഞ്ചോടുകൂടി ഏറ്റെടുക്കുകയാണ്. ഇതൊക്കെ ഇവിടെ സംഭവിക്കുന്നുണ്ട്. അപ്പൊ ഈ പറയുന്ന സംഭവങ്ങളൊന്നും ഈ കമന്റ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയില്ല. അവരെന്ത് ചെയ്യുന്നു, എവിടെയാണ് മനുഷ്യന്റെ ഉള്ളിൽ പ്രശ്നമുള്ളത്, എവിടെയാണ് ബന്ധങ്ങളിൽ പ്രശ്നം കണ്ടെത്താൻ പറ്റുന്നത്, അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഉപ്പോളം വരുമ്പോ ഉപ്പിലിട്ടത് സ്വന്തം അച്ഛനല്ലല്ലോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ സ്വന്തം അച്ഛന്മാർ പോലും മക്കളെ പീഡിപ്പിക്കുന്ന കാലമാണ്. അങ്ങനെ ഒരു കാലത്ത് നമുക്കിപ്പോ സിബിനാണെങ്കിലും ആരാണെങ്കിലും രണ്ടാം അച്ഛൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ അമ്മയുടെ പാർട്ട്ണറായിട്ട് വരുന്ന വ്യക്തി ഏത് രീതിക്ക് ഡീൽ ചെയ്യുന്ന നമുക്ക് പറയാൻ പറ്റില്ല. നല്ല രീതിക്കായിരിക്കും ഡീൽ ചെയ്യുക. സ്വന്തം അച്ഛന്മാർ പോലും പല റോങ് ആയിട്ട് ഡീൽ ചെയ്യുന്ന കാലത്ത് നമുക്ക് സ്വന്തം അച്ഛന്മാർ പോലും പെർഫെക്റ്റ് എന്ന് പറയാൻ പറ്റില്ല. ആരെയും നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല, ആരുടെ ക്യാരക്ടർ നമുക്കൊന്നും പറയാൻ പറ്റില്ല. സോ ഉപ്പോളം വരുമ്പോ ഉപ്പിലിട്ട് എന്നൊക്കെ ചോദിച്ച് ആളുകളെ ഇൻസൾട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഈ മറ്റുള്ളവരുടെ മനസ്സും സന്തോഷവും മനസ്സിലാക്കാൻ പറ്റാത്ത മലയാളികളുടെ ആ ഒരു മാനസികാവസ്ഥ വൻ പ്രശ്നമാണ്. ഇത് തുടർന്നുകൊണ്ടേയിരിക്കും, ഇനിയും തുടർന്നുകൊണ്ടിരിക്കും. നമ്മുടെ സന്തോഷ് ജോർജ് കുളങ്ങര ഒരു സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, രണ്ടുപേർ തമ്മിൽ ബന്ധം വേർപിരിയ എന്ന് പറയുന്ന സംഭവം ശരിക്കും മലയാളികൾക്ക് അതിനോട് എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് അറിയില്ല എന്ന്. അതായത് രണ്ടുപേർ എന്ത് ചെയ്യുന്നു, വിവാഹം കഴിച്ച് രണ്ടുപേര് ബന്ധം വേർപിരിയ എന്ന് പറയുന്നത് അവർ പുതിയൊരു ലൈഫിലേക്ക് കടക്കാൻ വേണ്ടി, സന്തോഷമായിട്ട് ജീവിക്കാൻ വേണ്ടിയും സമാധാനത്തിന് വേണ്ടിയിട്ടുമാണല്ലോ ഒരു ബന്ധം വേർപിരിയുന്നത്. ആ ബന്ധം വേർപിരിയുന്ന ആൾക്കാരെ നമ്മൾ ശരിക്കും ആശംസിക്കാൻ വേണ്ടത്, നിങ്ങൾക്ക് നല്ല ലൈഫ് കിട്ടട്ടെ എന്ന് പറഞ്ഞ് ആശംസിക്കണം. പക്ഷെ ഇവിടെ എന്ത് ചെയ്യുന്നു, കമന്റ് ബോക്സിലൊക്കെ പോയിട്ട് അതിനും കുറ്റം പറയും. അത് മലയാളികളുടെ മെജോറിറ്റി ഓഫ് മലയാളികളുടെ പൊതു സ്വഭാവമാണ്. അതിന്റെ വേറൊരു വേർഷനാണ് ഇവിടെ കാണുന്നത്. ഈ കുട്ടികളെയൊക്കെ പേരും പറഞ്ഞിട്ട് ഈ ആരെയും സിബിനെയും വെറുപ്പിച്ച് കൈ കൊടുക്കുമല്ലോ. അവര് ജീവിക്കട്ടെ, അവർക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കട്ടെ, അവർക്ക് സന്തോഷമാണ് വേണ്ടത്. സന്തോഷത്തോടു കൂടി ജീവിക്കാൻ വേണ്ടിയാണ് അവർ പ്രതീക്ഷയോട് കൂടി ഒരു ലൈഫിലേക്ക് കടക്കുന്നത്. അറിഞ്ഞുകൊണ്ട് ആരും ലൈഫ് തുലയ്ക്കാൻ തയ്യാറാവില്ലല്ലോ. അപ്പൊ അവർ ആ സന്തോഷത്തെ കുറിച്ച് പങ്കുവെക്കുന്ന സമയത്ത് മലയാളികൾ ഇങ്ങനെയാണോ ബിഹേവ് ചെയ്യേണ്ടത്? ഇത്രയും മോശമായിട്ട് അതിനകത്ത് ഒരു കുട്ടിയുടെ കാരണം പരതിയിട്ടാണോ വെറുപ്പിക്കാൻ നിൽക്കേണ്ടത്? മറ്റുള്ളവരുടെ സന്തോഷത്തെ ഇച്ചിരിയെങ്കിലും മാനിക്കാൻ മലയാളികൾ ഏത് കാലത്ത് പഠിക്കുമെന്ന് പോലും എനിക്കറിയില്ല. എനിക്ക് എന്റെ കാര്യത്തിൽ പറയാൻ പറ്റും, ഞാൻ ഇമാതിരിയുള്ള തറ സ്വഭാവങ്ങളൊന്നും ആരുടെ അടുത്ത് കാണിക്കാറില്ല. ഇത്തരത്തിലുള്ള വളരെ ബാഡ് ആയിട്ടുള്ള രീതിക്ക് എവിടെയും പോയി കമന്റ് ചെയ്യാറില്ല. എന്റെ ഈ സ്വഭാവമുള്ള ഒരുപാട് മലയാളികൾ വേറെ സൈഡിലുണ്ട്. എല്ലാവരും അതുപോലെയല്ല. എന്തായാലും മലയാളികൾ കുറച്ചെങ്കിലും സ്വഭാവ രീതികൾ മാറ്റണം എന്നാണ് എന്റെ അഭിപ്രായം. അങ്ങനെ മാറ്റി കഴിഞ്ഞാൽ മിനിമം മറ്റുള്ളവർക്കെങ്കിലും സന്തോഷവും സമാധാനവും കിട്ടും.